നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അഞ്ജലി ഷാജു. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. സ്ത്രീ സുരക്ഷാ പെൻഷൻ നിർത്തലാക്കിയ UDF സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ച CPIM പാർലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. കുടിവെള്ള പൈപ്പുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തികൾക്ക് പിന്നാലെ ആറാട്ടുപുഴ മാടമ്പമന റോഡ് നാട്ടുകാർക്ക് സമ്മാനിച്ചത് ചെളിക്കൂമ്പാരത്തിലൂടെയുള്ള ദുരിതയാത്ര. കാൽനടയാത്ര പോലും ദുഷ്കരമാക്കിയിരിക്കുകയാണ് മാടമ്പമന റോഡിന്റെ ശോചനീയാവസ്ഥ. ബാലസാഹിത്യ അക്കാദമി സാഹിത്യകാരൻ സച്ചിദാനന്ദൻ മാഷിന് സമ്മാനിച്ച പുരസ്കാര തുക വെങ്ങണിശ്ശേരി അഡാപ്റ്റ് സൊസൈറ്റിക്ക്. സച്ചിദാനന്ദൻ മാഷ് പുരസ്കാര തുക സൊസൈറ്റിക്ക് കൈമാറി. വാർത്തകൾ വിശദമായി. സ്ത്രീ സുരക്ഷാ പെൻഷൻ നിർത്തലാക്കിയ UDF സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ച CPIM പാർലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. കഴിഞ്ഞ ഇടതു സർക്കാർ 35-നും 60 വയസ്സിനും ഇടയിലുള്ള സ്ത്രീകൾക്കായി സ്വപ്ന പദ്ധതിയായ സ്ത്രീ സുരക്ഷാ പെൻഷൻ നടപ്പാക്കിയിരുന്നു. പ്രതിമാസം 1000 രൂപ വീതം 32 ലക്ഷം പേർക്ക് നൽകി വന്നിരുന്ന പദ്ധതി നിലവിലെ UDF സർക്കാർ നിർത്തലാക്കി. പാർലം ഗ്രാമപഞ്ചായത്തിൽ മാത്രം 1250 സ്ത്രീകൾക്ക് ലഭിച്ചിരുന്ന പെൻഷൻ ഇതോടെ ഇല്ലാതായി. ഈ സാഹചര്യത്തിലാണ് സ്ത്രീ സുരക്ഷാ പെൻഷൻ നിർത്തലാക്കിയ UDF സർക്കാരിനെതിരെ CPM പാർലം പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചത്. CPM തൃശൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം PK ഷാജൻ പൊതുയോഗം ഉദ്ഘാടനം ചെയ്തു. തിരുവനന്തപുരത്ത് പോയി നോക്കിയറിയാം, ഫാസ്റ്റിന്റെ ഓർഡിനറിയിലെ അടിയിലൊക്കെ ഫാസ്റ്റിന് എഴുതിച്ചിരിക്കുക. അവർക്കൊന്നും അനുകൂലമില്ല. പോട്ടെ, എന്നാലും കൊടുക്കണ്ടല്ലോ. കൊടുക്കുന്നതിന് നമ്മൾ തെറ്റു പറയുന്നില്ല. ഒരു നല്ല കാര്യം ചെയ്താൽ അതിന് തള്ളി പറയേണ്ട കാര്യമുണ്ടോ? സ്ത്രീകൾക്ക് ഈ അമ്മാടത്തോടെ എത്ര KSRTC കൊണ്ട് ഒറ്റൊന്നും കിട്ടുന്നില്ല. പോട്ടെ, ഓടുന്നോടത്ത് കിട്ടുന്നുണ്ടല്ലോ, അത്രയും നല്ലത്. അതിനുള്ളിലെ തട്ടിപ്പാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കേരളത്തിലെ 31 ലക്ഷം സ്ത്രീകൾക്ക് 1000 രൂപ പെൻഷൻ ഒരു വർഷം കൊടുക്കണമെങ്കിൽ 3800 കോടി രൂപ ഖജനാവിൽ നിന്ന് ചെലവഴിക്കണം. 3800 കോടി. ഈ 31 ലക്ഷം സ്ത്രീകൾക്ക് സുരക്ഷാ പദ്ധതി നിർത്തലാക്കിയാൽ ഖജനാവിന് എത്രയാ ലാഭം? 3800 കോടി രൂപ ലാഭം. സ്ത്രീകളെ മാറോടടക്കി പിടിക്കാണ് സൗജന്യം. അതിന് ഒരു മാസം ചെലവഴിക്കുന്നത് 50 കോടി. 12 മാസത്തേക്ക് 600 കോടി. 3800 കോടി രൂപ ലാഭം, 600 രൂപ ചെലവ്. അപ്പൊ കേരളത്തിലെ ഗവൺമെന്റിന് 3800 കിഴിക്കണം 600, 3200 കോടി രൂപ കേരളത്തിലെ സ്ത്രീ സമൂഹത്തെ പറ്റിച്ച് 600 കോടി രൂപ സൗജന്യം കൊടുത്ത് സ്ത്രീകളെ മുഴുവൻ സംരക്ഷിക്കുന്നു. CPM കോടന്നൂർ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി PV സുബ്രഹ്മണ്യൻ അധ്യക്ഷനായി. CPM പാർലം ലോക്കൽ സെക്രട്ടറി TG വിനയൻ, PC ശ്രീദേവി, മിനി വിനയൻ, ശൈല രാജൻ എന്നിവർ സംസാരിച്ചു. കുടിവെള്ള പൈപ്പുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തികൾക്ക് പിന്നാലെ ആറാട്ടുപുഴ മാടമ്പമന റോഡ് നാട്ടുകാർക്ക് സമ്മാനിച്ചത് ചെളിക്കൂമ്പാരത്തിലൂടെയുള്ള ദുരിതയാത്ര. കാൽനടയാത്ര പോലും ദുഷ്കരമാക്കിയിരിക്കുകയാണ് മാടമ്പമന റോഡിന്റെ ശോചനീയാവസ്ഥ. വല്ലച്ചിറ പഞ്ചായത്തിലെ 8ാം വാർഡിൽ പെടുന്നതാണ് മാടമ്പമന റോഡ്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് മാടമ്പമന റോഡിന്റെ ഒരു ഭാഗം വെട്ടിപ്പൊളിച്ച് കുടിവെള്ള വിതരണത്തിലുള്ള വാട്ടർ അതോറിറ്റിയുടെ പൈപ്പുകൾ സ്ഥാപിക്കുന്ന പ്രവർത്തനങ്ങൾ നടന്നത്. റോഡിന്റെ ഒരു ഭാഗം കുഴിയെടുത്ത് കുടിവെള്ള പൈപ്പുകൾ സ്ഥാപിച്ചു. തുടർന്ന് പൈപ്പുകൾ സ്ഥാപിച്ച കുഴികൾ പൂർവ്വസ്ഥിതിയിലാക്കുകയും ചെയ്തിരുന്നതാണ്. എന്നാൽ കാലവർഷം ശക്തമായതോടെ മാടമ്പമന റോഡ് തീർത്തും പരിതാപകരമായ അവസ്ഥയിലേക്കാണ് മാറിയത്. പൈപ്പുകൾ സ്ഥാപിച്ച റോഡിന്റെ വശങ്ങൾ പൂർണ്ണമായും ചെളി പുതഞ്ഞ അവസ്ഥയിലായി. ഇതുവഴി വാഹനങ്ങൾക്ക് പോകാൻ കഴിയാത്ത വിധമാണ് ചെളി പുതഞ്ഞുകൂടി കിടക്കുന്നത്. കഴിഞ്ഞ ദിവസം മാടമ്പമന റോഡിലൂടെയുള്ള യാത്രക്കിടെ ഒരു കാർ ചെളിയിൽ കുടുങ്ങി. തുടർന്ന് പ്രദേശവാസികളുടെ സഹായത്തോടെ പെട്ടി ഓട്ടോ ഉപയോഗിച്ച് വടം കെട്ടി വലിച്ചാണ് ചെളിയിൽ കുടുങ്ങിയ കാർ മാറ്റിയത്. പ്രദേശവാസികളായ വീട്ടുകാരാണ് ചെളി പുതഞ്ഞ മാടമ്പമന റോഡിന്റെ ദുരവസ്ഥ ഏറെയും അനുഭവിക്കുന്നത്. ഇതുവഴിയുള്ള യാത്രക്കിടെ ചെളിയിൽ വീഴാതെ തിരികെ വീട്ടിലെത്താൻ ജാഗ്രതയോടെയുള്ള സഞ്ചാരം അനിവാര്യമാണെന്നാണ് പറയുന്നത്. ഓണക്കാലം അടുത്തിരിക്കെ മാടമ്പമന റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ അധികൃതരുടെ അടിയന്തര ഇടപെടൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രദേശവാസികൾ.
ബാലസാഹിത്യ അക്കാദമി സാഹിത്യകാരൻ സച്ചിദാനന്ദൻ മാഷിന് സമ്മാനിച്ച പുരസ്കാര തുക വെങ്കടശ്ശേരി അഡാപ്റ്റ് സൊസൈറ്റിക്ക്. സച്ചിദാനന്ദൻ മാഷ് പുരസ്കാര തുക സൊസൈറ്റിക്ക് കൈമാറി. പ്രത്യേക പരിഗണന അർഹിക്കുന്ന കുട്ടികളുടെ അതിജീവനത്തിന് കഴിഞ്ഞ 10 വർഷത്തിലേറെ കാലമായി വ്യത്യസ്ത സൗജന്യ പരിശീലനങ്ങൾ നൽകുകയാണ് അഡാപ്റ്റ് സൊസൈറ്റി. സൊസൈറ്റിയുടെ സാമൂഹ്യ നന്മ പരിഗണിച്ചാണ് സാഹിത്യകാരൻ സച്ചിദാനന്ദൻ മാഷ് തനിക്ക് ബാലസാഹിത്യ അക്കാദമി നൽകിയ പുരസ്കാര തുക കൈമാറാൻ തീരുമാനിച്ചത്. അഡാപ്റ്റ് സൊസൈറ്റി പ്രസിഡന്റ് AV സണ്ണി, ജോയിന്റ് സെക്രട്ടറി വോഗി സക്കര, അധ്യാപകരായ ബിന്ദു കിഷോർ, ഹരിത അനൂപ് എന്നിവർ പുരസ്കാര തുക ഏറ്റുവാങ്ങിയ ചടങ്ങിൽ പങ്കെടുത്തു. കുട്ടികൾക്ക് തങ്ങൾ സമൂഹത്തിന് ഉപയോഗമില്ലാത്തവരാണ് എന്ന തോന്നലുണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുകയും അവരെ പല രീതികളിലുള്ള അഭ്യസനങ്ങളിലൂടെ ജോലികൾക്ക് പ്രാപ്തരാക്കുകയും ചെയ്യുക. ഒപ്പം തന്നെ പൊതുസമൂഹവുമായി നിരന്തരമായി പ്രതിപ്രവർത്തിച്ച് എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്ന തരത്തിലുള്ള ഒരു സമൂഹമാക്കി, സമൂഹത്തിലെ അംഗങ്ങളാക്കി അവരെ മുഴുവൻ മാറ്റുക. ഇതെല്ലാമാണ് നിരന്തരമായിട്ട് അഡാപ്റ്റ് സൊസൈറ്റി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവിടുത്തെ ആ സന്ദർശനം ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്ത ഒരു അനുഭവമായതുകൊണ്ട് തന്നെ നിങ്ങളും ആ സ്ഥലം കാണണമെന്നും എങ്ങനെയാണത് പ്രവർത്തിക്കുന്നത് എന്നറിയണമെന്നും നിങ്ങൾക്ക് കഴിയുന്ന രീതിയിലുള്ള പിന്തുണ, ധാർമ്മികമായോ സാമ്പത്തികമായോ ഉള്ള പിന്തുണ അവർക്ക് നൽകണമെന്നും ഞാൻ വളരെ ഔപചാരികമായല്ലാതെ അഭ്യർത്ഥിക്കുന്നു. ആകർഷകമായ ഓഫറുകളുമായി പ്രമുഖ ഹോൾസെയിൽ ഡിസൈനർ ജ്വല്ലറിയായ തൃശൂർ എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ജ്വല്ലറിയുടെ 6ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ആകർഷകമായ ഓഫറുകളാണ് തൃശൂർ എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഉപഭോക്താക്കൾക്ക് ഒരുക്കിയിരിക്കുന്നത്. ആഭരണ പ്രേമികൾക്കായി അത്യാകർഷകങ്ങളായ ഓഫറുകളോടെയാണ് തൃശൂർ പള്ളിക്കുളം റോഡിലെ എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 6ാം വാർഷികവും ഓണാഘോഷത്തെയും വരവേൽക്കുന്നതെന്ന് എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് MD ബാബു മേച്ചേരിപ്പടി പറഞ്ഞു. ചിങ്ങം 1 ആനിവേഴ്സറി ദിനത്തിൽ കേരള ആഭരണങ്ങൾക്ക് 1% മാത്രമാണ് പണിക്കൂലി. കൂടാതെ ആന്റിക്, ചെട്ടിനാട് മുതലായ ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 50% കിഴിവ് ലഭിക്കും. സ്വർണ്ണാഭരണങ്ങൾ 1 മാസത്തേക്ക് വിലയുടെ 5%വും 2 മാസത്തേക്ക് 10% മാത്രം നൽകി ബുക്ക് ചെയ്യാൻ ഉപഭോക്താക്കൾക്ക് സൗകര്യം ഒരുക്കിയിരിക്കുകയാണ്. ഡയമണ്ട് വിഭാഗമായ തിയ ഡയമണ്ട്സിൽ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ അതേ തൂക്കത്തിന് സിൽവർ ആഭരണങ്ങൾ സമ്മാനമായി നൽകും. വെള്ളി ആഭരണങ്ങളുടെ വിഭാഗമായ സിഗ്നേച്ചർ സിൽവർ കളക്ഷനിൽ സിൽവർ ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 25% കിഴിവ്. പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ 1 പവന് 1001 രൂപ അധികം തുടങ്ങിയ ഓഫറുകളാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത്. കൂടാതെ അഭിരുചിക്കിണങ്ങിയ ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ഉപഭോക്താക്കൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഡിസൈൻ ചെയ്ത് ലഭ്യമാക്കും. വിവാഹ പാർട്ടികൾക്ക് ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ ആഭരണങ്ങൾ സ്വന്തമാക്കാനുള്ള സൗകര്യങ്ങളും എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ ഒരുക്കിയിരിക്കുകയാണ്. എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ടിൻ്റെ 6ാം വാർഷികത്തോടനുബന്ധിച്ചിട്ട് നമ്മൾ ഒത്തിരി ഓഫറുകളും ഒത്തിരി കളക്ഷനുകളും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. പ്രത്യേകിച്ച് ഗോൾഡിലും സിൽവറിലും ഒത്തിരി കളക്ഷൻ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. വാർഷികത്തോടനുബന്ധിച്ചിട്ട് ഓഗസ്റ്റ് 17-ാം തീയതി, അതായത് ചിങ്ങം 1-ാം തീയതി, നമ്മൾ വെറും 1% മാത്രം നൽകിയാൽ നിങ്ങൾക്ക് ഇവിടുന്ന് കേരള ഓർണമെൻറ്റ് നമുക്ക് സ്വന്തമാക്കാം. അതോടൊപ്പം തന്നെ ആൻറ്റിക്ക്, ചെട്ടിനാട് ഓർണമെൻറ്റുകളിൽ 50% പണിക്കുറവും, അതുപോലെ തന്നെ ഡയമണ്ട് വാങ്ങുമ്പോൾ ആ തൂക്കത്തിന് സിൽവർ തികച്ചും നമ്മൾക്ക് ഫ്രീ ആയിട്ട് ലഭിക്കുന്നതാണ്. പഴയ സ്വർണം വിൽക്കുമ്പോൾ 1001 രൂപ അധികമായി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സിൽവർ ഓർണമെൻ്റ് എടുക്കുമ്പോൾ അതിൽ മേക്കിംഗ് ചാർജിൽ 25% അത് കിഴിവ് നൽകുന്നതായിരിക്കും. ഈ വർഷത്തെ ഓണം വരവേൽക്കാനായിട്ട് എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ട് എല്ലാ കസ്റ്റമേഴ്സിനും ഇവിടേക്ക് സ്വാഗതം ചെയ്യുകയാണ്. എലിസ്റ്റ ഗോൾഡ് ആൻഡ് ഡയമണ്ടിൻ്റെ എല്ലാ ഉപഭോക്താക്കൾക്കും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുകയാണ്. ഇരിങ്ങാലക്കുടയിൽ PK ചാത്തൻ മാസ്റ്ററുടെ പ്രതിമ സ്ഥാപിക്കണമെന്ന ആവശ്യമുന്നയിച്ച് KPMS രംഗത്ത്. ഇതു സംബന്ധിച്ച നിവേദനം നേതാക്കൾ തോമസ് ഉണ്ണിയാടൻ MLA-ക്ക് കൈമാറി. KPMS തൃശൂർ ജില്ലാ കമ്മിറ്റി ഇരിങ്ങാലക്കുടയിൽ സംഘടിപ്പിച്ച ഏകദിന പഠന ക്യാമ്പിലാണ് PK ചാത്തൻ മാസ്റ്ററുടെ പ്രതിമ സ്ഥാപിക്കണമെന്ന ആവശ്യം ഉന്നയിച്ചത്. കേരളത്തിലെ ആദ്യ മന്ത്രിസഭാ അംഗവും KPMS സ്ഥാപക നേതാവുമാണ്. അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ ഉന്നമനത്തിനും അവകാശങ്ങൾക്കുമായി പ്രവർത്തിച്ച PK ചാത്തൻ മാസ്റ്റർ. ഇത് പരിഗണിച്ച ചാത്തൻ മാസ്റ്ററുടെ പ്രതിമ ഇരിങ്ങാലക്കുടയിൽ സ്ഥാപിക്കണമെന്നാണ് KPMS ആവശ്യപ്പെട്ടത്. ഏകദിന പഠന ക്യാമ്പ് തോമസ് ഉണ്ണിയാടൻ MLA ഉദ്ഘാടനം ചെയ്തു.
പ്രതിമ സ്ഥാപിക്കുന്ന ആവശ്യമുന്നയിച്ചുള്ള നിവേദനം ഏറ്റുവാങ്ങിയ MLA ഉചിതമായ നടപടികൾ സ്വീകരിക്കുമെന്ന് നേതാക്കളെ അറിയിച്ചു. ജില്ലാ പ്രസിഡന്റ് KS വിമൽ അധ്യക്ഷനായി. സംസ്ഥാന ജനറൽ സെക്രട്ടറി KA തങ്കപ്പൻ, ട്രഷറർ CA ശിവൻ, സംഘടനാ സെക്രട്ടറി ലോചനൻ അമ്പാട്ട്, വൈസ് പ്രസിഡന്റ് PK രാധാകൃഷ്ണൻ എന്നിവർ ക്ലാസ്സെടുത്തു. ജില്ലാ സെക്രട്ടറി CV ബാബു, ട്രഷറർ PC ബാബു എന്നിവർ സംസാരിച്ചു. നാട്ടിക SN കോളേജിൽ സമാദരണീയം സംഘടിപ്പിച്ചു. സാഹിത്യ നിരൂപകൻ ബാലകൃഷ്ണൻ അഞ്ചത്ത് സമാദരണീയം ഉദ്ഘാടനം ചെയ്തു. തൃപ്രയാർ വീണ്ടെടുപ്പ് സാഹിത്യ കൂട്ടായ്മ, നാട്ടിക SN കോളേജ് മലയാള വിഭാഗം സെൻട്രൽ ലൈബ്രറി, കോളേജ് IQAC എന്നിവയുടെ സഹകരണത്തോടെയാണ് സമാദരണീയം സംഘടിപ്പിച്ചത്. സാഹിത്യ നിരൂപകൻ ബാലകൃഷ്ണൻ അഞ്ചത്ത് സമാദരണീയം ഉദ്ഘാടനം ചെയ്തു. സാഹിത്യ നിരൂപകൻ MK ഹരികുമാറിനെ ചടങ്ങിൽ ആദരിച്ചു. ശ്രീനാരായണ കോളേജ് മലയാള വിഭാഗം മേധാവി ക്യാപ്റ്റൻ KS ലത അധ്യക്ഷയായി. മലയാള വിഭാഗം മുൻ മേധാവി പ്രൊഫസർ VS റെജി, ശശി കളരിയേക്കൽ, കവി K ദിനേശ് രാജ, കവയത്രി നോമി കൃഷ്ണ, ആര്യ വിശ്വനാഥ്, സദു ഏങ്ങൂർ, EP ഗിരീഷ് എന്നിവർ സംസാരിച്ചു. ലയൺസ് ക്ലബ് ഓഫ് ചന്ദ്രാപിന്നി ലെജൻസിൽ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണവും അംഗങ്ങൾക്ക് സ്വീകരണവും നൽകി. ലയൺസ് ഫസ്റ്റ് വൈസ് ഡിസ്ട്രിക്ട് ഗവർണർ KM അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് UU രവീന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷനായി. മുൻ ഡിസ്ട്രിക്ട് ഗവർണർ ED ദീപക് പുതിയ അംഗങ്ങളെ സ്വീകരിച്ചു. LCIF കോർഡിനേറ്റർ RI സക്കരിയ, അഡ്വക്കേറ്റ് TR ശോഭകുമാർ, ക്ലബ്ബ് സെക്രട്ടറി KG മനോജ്, പ്രസന്നൻ തറയിൽ, ശ്യാൽ ഭാസ്കർ, അജിത രവീന്ദ്രൻ, UU ശശീന്ദ്രൻ എന്നിവർ സംസാരിച്ചു. ധനകാര്യ സേവന മേഖലയിലെ മികവിനുള്ള അവാർഡ് നേടിയ ഫ്യൂച്ചർ വെൽത്ത് CEO PR രാജേഷിനെ ചടങ്ങിൽ ആദരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ അരങ്ങേറി. കയ്പമംഗലം സഹോദര സംഘം ഭഗവതി ക്ഷേത്രത്തിൽ രാമായണ മാസാചരണത്തോടനുബന്ധിച്ചുള്ള ഇല്ലംനിറ, ലക്ഷ്മി നാരായണ പൂജ, ആനയൂട്ട് എന്നിവ ഭക്തി നിർഭരമായി. നിരവധി ഭക്തർ ചടങ്ങുകളിൽ പങ്കെടുത്തു. ഇല്ലംനിറ, ലക്ഷ്മി നാരായണ പൂജ, ആനയൂട്ട എന്നീ ചടങ്ങുകൾക്ക് ക്ഷേത്ര മേൽശാന്തി പ്രമോദ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഇല്ലം നിറയ്ക്കുള്ള നെൽക്കതിർ ബിനോയ് പാണപ്പറമ്പിൽ സമർപ്പിച്ചു. ക്ഷേത്ര മുഖ്യ രക്ഷാധികാരി രവീന്ദ്രൻ കരിമ്പറമ്പിൽ, പ്രസിഡന്റ് ഷജിൽ കരിമ്പറമ്പിൽ, സെക്രട്ടറി ബിനോയ് പാണപ്പറമ്പിൽ, ട്രഷറർ നന്ദകുമാർ കുര്യാക്കോട്ട്, എക്സിക്യൂട്ടീവ് അംഗങ്ങൾ, ഭക്തജനങ്ങൾ എന്നിവർ ചടങ്ങുകളിൽ പങ്കെടുത്തു. തുടർന്ന് പ്രസാദക്കഞ്ഞി വിതരണവും ഉണ്ടായിരുന്നു. ഊരകം മൈമ്പിളി ശിവരാമകൃഷ്ണ ക്ഷേത്രത്തിൽ ജൂലൈ 17 ആരംഭിച്ച രാമായണ മാസാചരണ ചടങ്ങുകൾ ഈ മാസം 16 സമാപനമാകും. 14 വെള്ളിയാഴ്ച വൈകിട്ട് 6:30 വോയിസ് ഓഫ് ഞെരുവിശ്ശേരി അവതരിപ്പിക്കുന്ന കരോക്കി ഭക്തിഗാനമേള അരങ്ങേറും. 16 ഞായറാഴ്ച വൈകിട്ട് 5 മണിക്ക് ഊരകം വളയാതീശ്വരി കലാഗ്രഹം കൈകൊട്ടിക്കളി അവതരിപ്പിക്കും. 5:30 ശ്രീരാമസ്വാമിയുടെ ഗോളക സമർപ്പണം നടക്കും. 6 മണിക്ക് തപോവൻ ശ്രീവിദ്യാ ഭവൻസ് അവതരിപ്പിക്കുന്ന നാദമഞ്ജരി വിഷ്ണു സഹസ്രനാമ പാരായണവും തുടർന്ന് ഭജനയും അരങ്ങേറും. ചേർപ്പ് സ്വദേശി തെക്കൂട്ട് വീട്ടിൽ പരേതനായ കൃഷ്ണൻകുട്ടി ഭാര്യ ചന്ദ്രിക നിര്യാതയായി. 75 വയസ്സായിരുന്നു. സംസ്കാരം പാറമേക്കാവ് ശാന്തിഘട്ടിൽ നടന്നു. അംഗനവാടി അധ്യാപിക പ്രീതി, രശ്മി, പ്രദീപ്, പ്രജീഷ് എന്നിവർ മക്കളും പരേതനായ പുഷ്പൻ, PWD മുൻ ഓവർസിയർ രാധാകൃഷ്ണൻ, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സിനി പ്രദീപ് എന്നിവർ മരുമക്കളുമാണ്. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 14,100 രൂപ, പവന് 1,12,800 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സ്ത്രീ സുരക്ഷാ പെൻഷൻ നിർത്തലാക്കിയ UDF സർക്കാർ നടപടിക്കെതിരെ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ച CPIM പാർലം പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. കുടിവെള്ള പൈപ്പുകൾ സ്ഥാപിക്കുന്ന പ്രവൃത്തികൾക്ക് പിന്നാലെ ആറാട്ടുപുഴ മാടമ്പമന റോഡ് നാട്ടുകാർക്ക് സമ്മാനിച്ചത് ചെളിക്കൂമ്പാടത്തിലൂടെയുള്ള ദുരിതയാത്ര. കാൽനടയാത്ര പോലും ദുഷ്കരമാക്കിയിരിക്കുകയാണ് മാടമ്പമന റോഡിന്റെ ശോചനീയാവസ്ഥ. ബാലസാഹിത്യ അക്കാദമി സാഹിത്യകാരൻ സച്ചിദാനന്ദൻ മാഷിന് സമ്മാനിച്ച പുരസ്കാരത്തുക വെങ്ങണിശ്ശേരി അഡാപ്റ്റ് സൊസൈറ്റിക്ക്. സച്ചിദാനന്ദൻ മാഷ് പുരസ്കാരത്തുക സൊസൈറ്റിക്ക് കൈമാറി. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.